അരുന്ധതി റോയിയുടെ മാതാവ് മേരി റോയ് നടത്തിയ കേസിലാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ തുല്യത വന്നത്. ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം ഉണ്ടെന്ന ആ കേസിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് സ്വദേശിനിയായ NP രജനി നൽകിയ കേസിനും മേരി റോയ് കേസ് പോലെ പ്രാധാന്യമുണ്ട്. 2004 നിയമം സുപ്രീം കോടതി പോലും അംഗീകരിച്ച ശേഷവും ചില ഹൈക്കോടതി വിധികൾ വിരുദ്ധമായി വന്നു. അതൊന്നും നിലനിൽക്കുന്നതല്ല എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോഴത്തെ വിധി. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് മുഴുവൻ ഹർജിക്കാരിയുടെ സഹോദരന് മാത്രമായി നൽകി. പിതാവ് തന്നെ വിൽപത്രമോ ഭാഗപത്രമോ എഴുതി നൽകിയാലും അത് നിലനിൽക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് പുതിയ വിധി. പെൺമക്കളെ ഒഴിവാക്കി ആൺമക്കൾക്ക് മാത്രമായി പിന്തുടർച്ചാവകാശം എഴുതി നൽകിയാലും അസാധുവാണ്. ഭാഗപത്രം എഴുതാതെ മരിച്ച കേസുകളിൽ മാത്രമല്ല, ആൺമക്കൾക്ക് മാത്രമായി ഭാഗപത്രം എഴുതുന്ന കേസിലും വിധി ബാധകമാണെന്ന് സാരം. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തിലാണ് ഇപ്പോൾ തുല്യ അവകാശം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 20 വർഷത്തിനിടെ നടന്ന എല്ലാ ഭാഗ ഉടമ്പടികളും പുനഃപരിശോധിക്കേണ്ടി വരും. പെൺമക്കൾക്ക് ഒന്നും കൊടുക്കാത്തവരും എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയവരുമെല്ലാം ഉത്തരം പറയേണ്ടി വരും. തുല്യ അവകാശം എന്നാൽ അക്ഷരാർത്ഥത്തിൽ സമത്വമാണ്. ആണോ പെണ്ണോ ആയ 3 മക്കളുണ്ടെങ്കിൽ 3 പേർക്കും പണമിടമാറാതെ വീതിച്ചു നൽകേണ്ടി വരും. അപ്പോൾ കല്യാണത്തിന് നൽകുന്ന സ്വർണവും പണവുമോ?